വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടം കൈവരിച്ച കമലോൺ തറവാടിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു. നിങ്ങൾ ആ ദൃശ്യങ്ങൾ ഇവിടെ കാണുന്നു. കൃഷ്ണനായർ പോകാല നമുക്ക് പ്രായമായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ല. ദൂരമില്ല. നമ്മുടെ ഭരണസമിതിയുടെ പ്രസിഡന്റാണ് കെ രാഘവൻ നായർ ആനന്ദപടം, കെ രാധാകൃഷ്ണൻ നായർ താനൂർ, കെ ഗോപാലൻ നായർ ചാലത്തൂർ, കെ കൃഷ്ണൻ നായർ വണ്ണാത്തിക്കാനം, കെ കുഞ്ഞിക്കണ്ണൻ നായർ കേരളം, കെ മുരളീധരൻ നായർ ശാന്തിനഗർ. നൂറിവിടെയില്ല, നൂലാത്തോട് ഗൾഫിലാണുള്ളത്. കെ തമ്പായമ്മ നൂറോട് വന്നിട്ട് അവർക്ക് വലിയ സുഖമാണ്. ഒരു 100 വയസ്സായിട്ടോ. പിന്നെ കെ നാരായണിയമ്മ എച്ചപ്പ് ഓറോട് തൊട്ട് വെക്കുന്നവരാണ് നാരായണിയമ്മ. കെ മാധവമ്മ ഇട്ടക്കാട്, കെ രത്നാവതി അമ്മ മംഗലാപുരം, കെ മൂകാംബിക അമ്മ പേടകം, കെ ഭാർഗവി അമ്മ കാഞ്ഞിക്കാട്, കെ സരളാദേവി നീലേശ്വരം, കെ കല്യാണി അമ്മ പോളോട്ട്, കെ കമലാക്ഷി, വിസ്മയ് കെ ചന്ദ്രശേഖരൻ. മ്യൂസിക് ഡ്രംസ് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഫാസ്റ്റസ്റ്റ് ഡ്രമ്മർ ഇൻ ഇന്ത്യ. നമ്മുടെ പെരിയിലെ ദാമോദരന്റെ മോനാണ്. നമ്മുടെ സർവട്ടം ദാമോദരന്റെ മോനാണ്. അപ്പൊ അച്ഛനും കൂടി ഉണ്ടായ നല്ലത്. ദാമോദരൻ എന്താ ഇടാം? ദാമോദരൻ കൂടി ഞാൻ കൊണ്ടുവന്നു. ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഫാസ്റ്റസ്റ്റ് ഡ്രമ്മർ ഇൻ ഇന്ത്യ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ NCC യൂണിറ്റിൽ പ്രധാനപ്പെട്ട കാഡറ്റാണ്. നമ്മുടെ ഡൽഹി സ്വാതന്ത്ര്യ സമര പരേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് നടത്തിയ വ്യക്തിയാണ്. സ്വാതന്ത്ര്യ സമര പരേഡ് ഡൽഹിയിലെ NCCയുടെ കാഡറ്റുമായി ബന്ധപ്പെട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ ഗൗരി ഡൽഹി അവർക്ക് നമ്മുടെ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയില് കഥകളി അവതരിപ്പിച്ച ഒരു കുട്ടിയാണ്. കേരളത്തിൽ നിന്ന് കഥകളി അവതരിപ്പിച്ച ഒരു കുട്ടിയാണ് റിപ്പബ്ലിക് ഡേയിൽ ഡൽഹിയിൽ. അഖില ഗൗരി ഡൽഹി. അടുത്തത് SLC പരീക്ഷയിൽ A+ കിട്ടിയവരാണ്. അപ്പോൾ ഒരാൾ പേര് വായിക്കാം. അവർ വന്ന് വായിക്കണം, ഇല്ലെങ്കിൽ അവരുടെ പാരൻസ് ഒന്ന് വായിക്കണം. ലിഖിന PK, ഡോക്ടർ P. രവീന്ദ്രൻ. അടുത്ത കുട്ടി പ്രേരാകൃഷ്ണൻ പാടി. അടുത്തത് ശ്രീനന്ദ P. അരവിന്ദാക്ഷൻ ഓയോരം. കുട്ടി വന്നില്ലെങ്കിൽ
സംഗീത കെ ഗംഗാധരൻ ജയപുരം. ജയപുരം ഗംഗാധരന്റെ മകളാണ് സംഗീത. SLCക്ക് A+ കിട്ടിയവരാണ് കുട്ടികൾ. അടുത്ത അഭിനവ് കെ മധുസൂദൻ ജയപുരം. ഗംഗാധരന്റെ അന്യനോ ഗംഗാധരന്റെ ഏട്ടനാണ് മധുസൂദൻ. മധുസൂദന്റെ മകളാണ് മകൻ. ഇനി +2 സിദ്ധാർത്ഥ സന്തോഷ് പി കെ മുളിയ. ശ്രേയ എ ബാലകൃഷ്ണൻ ദീപുനാഥ്. അത് കുട്ടി വന്നില്ലേ? നന്ദന പി കെ നളിനി അമ്മ പാണ്ടിക്കണ്ടം. നന്ദന പി കെ നളിനി അമ്മ പാണ്ടിക്കണ്ടം. കുട്ടികൾക്കൊക്കെ മാർച്ച് മാസമാണ്, പഠിക്കുന്ന സമയമാണ്, പരീക്ഷയുടെ സമയമാണ്. അപ്പം ചില കുട്ടികൾക്ക് വരാൻ പറ്റില്ല, അതൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ദൈവത്തെ ബാധിക്കില്ല, ബ്രഹ്മകൽച്ചത്തെ അത് ബാധിക്കും. ആര്യശ്രീ പി കെ ശ്രീജാഴ്ചക്കാട്. ആര്യശ്രീ പി കെ ശ്രീജ പൊന്നാട്. അടുത്തത് ആദിശേഖർ സി ശകുന്തള ശേഷമാധവൻ കുടുംബ. അടുത്തത് PG ലെവൽ എൻട്രൻസ് പരീക്ഷയിൽ കിട്ടിയവര്, അതുപോലെ തന്നെ PG ലെവൽ റിസർച്ച് പരീക്ഷയിൽ സ്കോളർഷിപ്പ് നേടിയവര്, ഫസ്റ്റ് ക്ലാസ് നേടിയവര്, അതുപോലെ തന്നെ എല്ലാ കുട്ടികളും അങ്ങനെയുള്ളവരാണ്. വായിക്കാം. ഒന്നാമത് PK സിന്ധു നായർ മംഗലാപുരം. അവര് PhD ചെയ്തിരിക്കുന്നത് ബ്രെയിൻ ക്യാൻസറിലാണ്, യൂണിവേഴ്സിറ്റി ഓഫ് അലബാമ ബർമിംഗ്ഹാം. അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി ഇപ്പോൾ പോസ്റ്റ് ഡോക്ടറേറ്റ് പാൻക്രിയാറ്റിക് ക്യാൻസറിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടേയിരിക്കണം ആ കുട്ടി. സിന്ധു നായർ മാംഗ്ലൂർ. വാമനൻ നായരുടെയും ശോഭ നായരുടെയും മകളാണ് സിന്ധു. നേരത്തെ അവരിലൂടെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് തിരക്കായതുകൊണ്ട് അവർ പോയതാണ്. അടുത്തത് DK ആതിര വേളാടി. ഐസറില് ഇപ്പൊ സ്റ്റുഡന്റായി കയറിയിരിക്കുകയാണ്. ഭോപ്പാൽ A ഗ്രേഡോടുകൂടി സീറ്റ് കുട്ടിയാണ് DK ആതിര വേളാടി. ഐസറിലൊക്കെ സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഇപ്പോൾ ഭോപ്പാലാണ് കുട്ടി പഠിക്കുന്നത്. അടുത്ത DK അനുസരി മാധവൻ, അച്ഛൻ്റെ പേര് പറമ്പാണ്. ആ കുട്ടി MSc യൂണിവേഴ്സിറ്റി മൈസൂരിൽ നിന്ന് MSc നേടിയ കുട്ടിയാണ്. ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിങ്ങിലാണ് ആ കുട്ടി MSc A ഗ്രേഡോടെ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായത്. അല്ലപ്പ വീഡിയോ. അടുത്തത് DK അനുശ്രീ പാണൂർ. അവള് നീറ്റ് എക്സാമിനേഷനിൽ നല്ല മാർക്കോടുകൂടി MDS ഇപ്പോൾ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ബോംബെയിൽ പഠിക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മയുടെ വന്നിട്ട് വാങ്ങിക്കണം.
അതുൽ കൃഷ്ണൻ നമ്മുടെ വിളക്കോട്ടുന്ന ഉണ്ണിയുടെ മകനാണ്. SSC A+ കിട്ടിയതാണ് അതുൽ കൃഷ്ണൻ. ഇല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛൻ വന്ന് ഇവിടെ വാങ്ങിക്കണം. ഉണ്ണികൃഷ്ണൻ കേരള യൂണിവേഴ്സിറ്റി PG MSc മാത്സിന് എൻട്രൻസ് നേടിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് കുട്ടി ഒന്ന് അനുവദിക്കാം. പരിപാടി അവസാനിച്ചിരിക്കുന്നു. ഇതോടെ ആദരവും പ്രോത്സാഹന സമ്മാന വിതരണ പരിപാടിയും സമാപിച്ചു. കമലോൺ തറവാട്ടിൽ സമാപിച്ച പുനർപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവ പരിപാടികൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.